സംസ്ഥാന ഭരണസിരാ കേന്ദ്രത്തിന്റെ തിരുനടയിൽ ഒരു യുവാവ് നടത്തിയ സഹന സമരം അനീതിക്കെതിരായ സാമൂഹിക ക്ഷോഭമായി പൊട്ടിത്തെറിച്ചു. സഹോദരൻ ശ്രീജീവ് പോലീസ് കസ്റ്റഡിയിൽ മരിച്ച സംഭവത്തിൽ നീതി തേടി പാറശാല സ്വദേശി ശ്രീജിത്ത് നടത്തിയ സമരമാണ് ഒരു സാമൂഹിക മുന്നേറ്റമായി വളർന്നത്. ഇതേക്കുറിച്ചാണ് ഈ ലക്കം അടയാളം. നവമാധ്യമങ്ങൾ എങ്ങനെ തിരുത്തൽ ശക്തിയായി മാറുന്നു എന്നതാണ് ശ്രീജിത്തിൻ്റെ സമരവേദിയിൽ കണ്ടത്. സാമൂഹിക സമ്മർദ്ദത്തെ തുടർന്ന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഉണർന്ന് പ്രവർത്തിച്ചു. കസ്റ്റഡി മരണക്കേസിൽ CBI അന്വേഷണവും പ്രഖ്യാപിക്കപ്പെട്ടു. വരും കാല രാഷ്ട്രീയത്തിൻ്റെ ഒരു ദിശാസൂചകം കൂടിയാണ് ശ്രീജിത്തിൻ്റെ സമരം. ഒരു ദുർബലദേഹിയുടെ മുറിഞ്ഞ വാക്കുകൾ പെട്ടെന്ന് ഒരു ജനസഞ്ചയത്തിന്റെ ഏക ശബ്ദമായി മാറി. കൂടപ്പിറപ്പ് കാക്കി ഭീകരതയ്ക്കിരയായ കേസിൽ നീതി ആവശ്യപ്പെട്ട് പാറശാല സ്വദേശി ശ്രീജിത്ത് നടത്തുന്ന സമരം 750 ദിവസം പിന്നിട്ടിരുന്നു. മൂത്രത്തിൽ കൂടെ നീതിക്ക് 2.5 വർഷം കൊണ്ട് പട്ടി തെരുവിൽ കിടക്കും പോലെ ഈ വലിയ ഉന്നതന്മാരെ മുമ്പ് എൻ്റെ പിള്ള കിടക്കുകയാണ്. എൻ്റെ അനിയൻ്റെ മരണം എൻ്റെ മുമ്പ് വെച്ചത് കണ്ടല്ലേ, ഞാൻ അവൻ്റെ ജീവനെ രക്ഷിക്കാൻ പോലും ഇവരെ അനുവദിച്ചില്ലല്ലോ. എനിക്ക് എൻ്റെ ദൈവം തമ്പുരാനെയുമേ, ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കും. ഞങ്ങൾക്ക് പണമില്ല, സ്വാധീനമില്ല, ആരായിട്ടെങ്കിലും ഞങ്ങളെ സഹായിക്കാൻ ഇടവരുത്തണ കർത്താവേത്. അത് ദൈവ കർത്താവ് ലാസ്റ്റ് ഘട്ടത്തിൽ ദൈവ പ്രാർത്ഥന കേട്ട് ഇപ്പം എനിക്ക് സമൂഹത്തിൽ എനിക്ക് ഒരു മോൻ നഷ്ടപ്പെട്ട വേദനയിൽ ഇപ്പോൾ ഒരുപാട് മക്കളെ എനിക്ക് ദൈവം തന്ന് ഒരുപാട് പേരെ സഹകരണമുണ്ട്. എനിക്ക് ദൈവം എനിക്ക് അതിശയം ചെയ്തു തന്നു. പെട്ടെന്ന് നീതിയുടെ അദൃശ്യ സ്പർശം സമൂഹത്തിലുണ്ടായി. ശ്രീജിത്തിന്റെ സമരം നവമാധ്യമങ്ങളിൽ ചർച്ചയായി. സഹോദര സ്നേഹത്തിന്റെ ഉൾക്കനൽ ഇന്ധനമാക്കി ശ്രീജിത്ത് നടത്തുന്ന സമരത്തെക്കുറിച്ചുള്ള ഓൺലൈൻ റിപ്പോർട്ട് ജനഹൃദയങ്ങളെ അഗാധമായി സ്പർശിച്ചു. ഇതോടെ ജസ്റ്റിസ് ഫോർ ശ്രീജിത്ത് എന്ന ഹാഷ്ടാഗ് ജനവികാരമായി വിക്ഷുബ്ധതയായി ആളിപ്പടർന്നു. അത് തുറക്കുമ്പോൾ അവൻ്റെ കല്ലറ, ഇവ ഇങ്ങനെ ഇതൊക്കെ കാണുമ്പോൾ എന്ത് ജീവിതം. ഇനി എന്തെന്ന് ഒരു ഭർത്താവ് മരിച്ച മക്കൾക്ക് വേണ്ടി അമ്മ ശരിക്കും കഷ്ടപ്പെട്ടായാലും മക്കൾ നന്നായിരിക്കണം. അവർ വളരുമ്പോഴെങ്കിലും നമുക്ക് ഒരു നല്ല ജീവിതം. ഇത് വാഴ നട്ട് കൊലക്കാറുമ്പോൾ അത് പോകുമ്പോലെ അതിനെക്കാലി കഴിയാണ്. എന്നെ എടുത്ത് മണ്ണിൻ്റെ അടിയിൽ വെക്കേണ്ടത്. എൻ്റെ മക്കൾ പൊന്നുപോയി. എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല. എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല. ഞാൻ എൻ്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചാണ് ഞാൻ എല്ലാ ശക്തിയും കൊണ്ട്, ദൈവമേ എനിക്ക് താങ്ങേണ്ട ശക്തി തരണേ, കുമാരൻ മുമ്പ് എന്നെ തളരാനിട വരുത്തരുതേ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കും. സമരം ജനങ്ങളുടെ മുമ്പിൽ ഇത്രയും വളരെയധികം എല്ലാവരുടെ മനസ്സിൽ ഇതിനെ പറയാൻ ഇത്രയ്ക്കും വളരെയധികം ജനങ്ങളുടെ മനസ്സിലെല്ലാം എത്തിച്ച നവമാധ്യമങ്ങളാണ്. പക്ഷേ ഇത് ഈ ഒരു സംഭവം മാത്രമല്ല, ഇപ്പോൾ മറ്റ് വേറെ ഒന്നും പറയാൻ പറ്റുന്നില്ല കേട്ടോ. ഇപ്പം വന്നു എനിക്ക്
പറഞ്ഞു. നിൻ്റെ ബ്രെയിൻ ഇങ്ങനെ കിടന്ന് ഓർമ്മശക്തി നഷ്ടപ്പെടും. നീ ഇത്തിരി ചൂടോടെ അമ്മ ഇത്തിരി കഞ്ഞി കൊണ്ടുവരാൻ ലൂസായിട്ട് അങ്ങനെയെങ്കിലും കൂടി മക്കളെ എനിക്കൊന്നും വേണ്ട എന്ന് ഞാൻ പറയാം. മക്കളെ ഇതുപോലെ ലൂസോടെ എല്ലാം കൂടെ മലക്കറിയൊക്കെ ഇട്ട് വേവിച്ച് എല്ലാം കൂടെ മിക്സിയിലിട്ട് അടിച്ച് കൊണ്ടുവരും. എനിക്കൊന്നും വേണ്ടെന്നാണ് പറഞ്ഞത്. ഇവിടെ വല്ലതും കൊണ്ടുവരണമെങ്കിൽ അടുത്ത് ദൂരെ എറിയും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇവനെ ഇപ്പോൾ ആഹാരം ഈ ഇതൊക്കെ ആയി ഇവന് എന്താ പറയുക ഓർമ്മശക്തി ഇപ്പോഴും പറയണത് പിന്നെ ആ പറഞ്ഞത് ഇന്നതാണെന്ന് അവനിപ്പോൾ മനസ്സിലാക്കാൻ അത് ഓർമ്മിച്ചെടുക്കേണ്ട ഒരു ഇതിപ്പം വരുന്നില്ല. ഇങ്ങനെ കിടന്ന് ഇത് ആ ഓർമ്മശക്തി കൂടെ ഇപ്പം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പാറശാല സ്വദേശിനിയായ 27-കാരൻ ശ്രീജീവ് കസ്റ്റഡിയിൽ വെച്ച് മരിച്ചത് പോലീസ് മർദ്ദനം മൂലമാണെന്ന് സഹോദരൻ ശ്രീജിത്ത് ഉറച്ചു വിശ്വസിക്കുന്നു. ഈ കേസിലെ കുറ്റക്കാരായ പോലീസുകാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ശ്രീജിത്ത് നടത്തിയ സഹന സമരമാണ് അനിതര സാധാരണമായ സാമൂഹിക മുന്നേറ്റമായി മാറിയത്. ഇത് ഈ മക്കൾ വന്നുകൂടിയില്ലെങ്കിൽ എൻ്റെ പിള്ളേരെ ചേട്ടാ ഈ മാസം തന്നെ എൻ്റെ വീട്ടിൽ ഇവൻ്റെയും കിട്ടുമായിരുന്നു. അങ്ങനെയുള്ള ഒരു അവസ്ഥയിലായിരുന്നു എൻ്റെ പിള്ള. ഈ പെരുവഴിയിൽ ഈ എലിയും കയറി ഈ പെരുമഴയത്ത് എൻ്റെ പിള്ള കിടന്ന അവസ്ഥ. എൻ്റെ പിള്ള 2.5 വർഷം കൊണ്ട് നീതിക്ക് വേണ്ടി ഞങ്ങൾക്ക് പൈസ എല്ലാം ആഗ്രഹിച്ചത്. ഈ ഒരു രീതിയിലുള്ള ഒരു ഒത്തൊരു ഈ ഒരു കൂട്ടായ്മയും ഈ രീതിയിലുള്ള ഒരു പ്രതികരണവും അപ്പം ഇതിലൂടെ പല മാറ്റം നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും എന്ന് പറഞ്ഞാൽ നമ്മളെ രാഷ്ട്രീയപരമായി മതപരമായി യാതൊരു വേർതിരിവും ഇല്ലാതെ എല്ലാവരും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പ്രശ്നം നടക്കുന്ന സമയത്ത് പരസ്പരം ചർച്ച ചെയ്ത് അതിൻ്റെ ഏറ്റവും ഫലപ്രദമായ മാർഗം എന്താണ്. അപ്പോൾ അവരുടേതായിട്ടുള്ള ഇഷ്ടങ്ങൾ പറയുന്ന സമയത്ത് അങ്ങനെയല്ല, നമ്മൾ ജനകീയമായ നമ്മുടേതായിട്ടുള്ള അതിൻ്റെ ഏറ്റവും ഫലപ്രദമായ മാർഗം എന്താണോ അത് അവരോട് പറയുക. മരിച്ച ശ്രീജീവ് സമീപവാസിയായ ഒരു പെൺകുട്ടിയുമായി പ്രണയത്തിലായിരുന്നു. ആ പെൺകുട്ടിയാകട്ടെ പാറശാല ASI ആയിരുന്ന ഫിലിപ്പോസിന്റെ അടുത്ത ബന്ധുവും. അവന് താമസമില്ല. എൻ്റെ മരുമൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ജീവനോടെ നിൻ്റെ പൂഴിക്കുന്നു കാണൂല. ആ വാക്കിന്നും ഞങ്ങൾക്ക് ആ വാക്കാണ് അതിലുണ്ട് അതോട്ടിയിൽ ആ പറഞ്ഞ വാക്ക് സാറിൻ്റെ അവൻ ജീവനോടെ അവൻ എനിക്ക് തന്നില്ല. അവൻ വർഗീസ് പറഞ്ഞതുപോലെ എനിക്ക് സാധിച്ചു തന്നു. അവൻ ജീവനോടെ ഇനി കാണില്ലെന്ന് പറഞ്ഞാൽ അവൻ ജീവനോടെ ഞങ്ങൾക്ക് കിട്ടിയതുമില്ല. ഈ കേസിൽ പ്രത്യേകിച്ച് ഒരു പോലീസ് ഓഫീസറുടെ റിലേറ്റീവുമായിട്ട് പ്രേമവും ഒക്കെയുള്ള പല പരിപാടികൾ വന്നിട്ടുണ്ട്. പോലീസ് വിചാരിച്ച കള്ളത്തെളിവുകൾ ധാരാളം ഉണ്ടാക്കാൻ പറ്റും, കള്ള കേസ് ഉണ്ടാക്കാൻ സാധിക്കും. പോലീസിൻ്റെ പേരിലുള്ള കസ്റ്റഡിയിലുള്ള കക്ഷികളോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കുറ്റവാളിയായിട്ടുള്ള ഒരാളെ ആക്കാതിരിക്കാം എന്നൊക്കെ പറഞ്ഞ് പ്രോമിസൊക്കെ കൊടുത്ത് അവർക്കൊരു തെളിവുണ്ടാക്കാനായിട്ട് ഈസിയാണ്. പെൺകുട്ടിയുടെ വിവാഹത്തിന് തൊട്ടു മുൻപ് 2014 മെയ് 19 ശ്രീജീവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. അതും 2013 രജിസ്റ്റർ ചെയ്ത ഒരു മൊബൈൽ ഫോൺ മോഷണ കേസിൽ. 2014 മെയ് മാസം 19 അറസ്റ്റ് ചെയ്യുന്നത്. 2013 നടന്ന മൊബൈൽ കേസിൻ്റെ മോഷണവുമായിട്ട് ബന്ധപ്പെട്ട അറസ്റ്റ്, അതും ഒരു അവിശ്വസനീയമാണ്. വലിയൊരു പോലീസ് ടീം ചെന്ന് ഒരു CI SI കോൺസ്റ്റബിൾസ് ഒക്കെ ചെന്നിട്ട് അറസ്റ്റ് ചെയ്യാമെന്നില്ല. ഇങ്ങനെ 2013 തെഫ്റ്റ് കേസിന് ആ പെട്ടിയുടെ കല്യാണ സമയം മെയ് 20, മെയ് 21, 22. മെയ് 19 ഇവൻ്റെ ഒരു കൂട്ടുകാരുണ്ട് രാജീവ് എന്ന് പറയും. അവൻ വഴി ഈ ഫിലിപ്പോസിൻ്റെ ബന്ധുവും കൂടാണ് പയ്യൻ. അപ്പോഴേ ഇവനെ പോലീസുകാർക്ക് അറിയില്ല. ASI ഫിലിപ്പോസിന്റെ ഒരു ബന്ധുവാണ് ശ്രീജീവിനെ പൂവാറിലേക്ക് വിളിച്ചു വരുത്തി കെണിയൊരുക്കിയത്. ഇവൻ ഒറ്റിക്കൊടുക്കാനായിട്ട് യൂദാസ് ക്രിസ്തുവിനെ ഒറ്റിക്കൊടുക്കില്ല, അതുപോലെ ഇവൻ മാറി നിന്ന് അവനെ കാണിച്ചു കൊടുത്തു. വിളിച്ചു വരുത്തി ഇവൻ മാറി. അവൻ എന്ത് ചെയ്തു, 3 ബെറോട്ടയും ഒരു ബീഫും കൂടെ വാങ്ങിച്ച് ആ ഹോട്ടലിൽ വെച്ച് തന്നെ വാങ്ങിച്ച് ഇങ്ങനെ ഫ്രണ്ടിൽ വെച്ച് കൈ കഴുകിയിട്ട് കഴിക്കാൻ വേണ്ടി ഇങ്ങനെ തൊട്ടില്ലെന്ന് അവർ പറയുന്നു, ഹോട്ടലുകാർ പറയുന്നു തൊട്ടില്ലെന്ന് പൂവാറില്ല. അങ്ങനെ കഴിക്കാൻ വേണ്ടി ഇങ്ങനെ ഇന്നതും എണീരടാന്ന് പറഞ്ഞുകൊണ്ട് ഈ പോലീസുകാർ. മെയ് 19 രാവിലെ 11:25 പൂവാറിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത ശ്രീജീവിനെ ഉച്ചയ്ക്ക് 12:15 പാറശാല സ്റ്റേഷനിൽ എത്തിച്ചു. അന്ന് രാത്രി വിഷം കഴിച്ച ശ്രീജീവ് മെയ് 21 വെളുപ്പിന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വെച്ച് മരിച്ചു എന്നാണ് പോലീസ് ഭാഷ്യം. ഒരു ജഡമാണ് എൻ്റെ വീട്ടിൽ കൊണ്ടു തന്നത്. ഒരു പെറ്റമ്മയ്ക്ക് ഈ കാക്കിക്കാര്
സമൂഹത്തിലുള്ളവരെ രക്ഷിക്കാൻ വേണ്ടിയുള്ള ഈ കാക്കിയിട്ടിരിക്കുന്ന കാപാലികന്മാരെ, ഈ ക്രൂരകൃത്യം ചെയ്തവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയും ചെയ്യണം. അവർക്കെതിരെ നടപടിയെടുക്കണം. ഇതെന്ന് പറഞ്ഞാൽ എൻ്റെ സഹോദരന് സംഭവിച്ചു. പക്ഷേ ഇതൊരു സമൂഹത്തിൻ്റെ ഒരു പ്രശ്നമാണ്. ഇതിന് നമ്മൾ സംഭവം എന്താണെന്ന് മനസ്സിലാക്കണം. ഒരിക്കലും ഇതൊരു നമ്മുടെ ഇങ്ങനെ തുടർന്ന് വരുന്ന ഈ സംഭവം വീണ്ടും ഇങ്ങനെ തുടരാൻ നമ്മൾ അനുവദിക്കാൻ പാടില്ല. പോലീസുകാർ അവനെ മുൻനിർത്തി അവൻ മരിക്കുന്നതെല്ലാം അവൻ്റെ കണ്ണുകൊണ്ട് കണ്ട് അവൻ പിടച്ച് എൻ്റെ പിള്ളേരുടെ ജീവൻ രക്ഷിക്കാൻ വയ്യാതെ അവൻ ജീവന് വേണ്ടി അവൻ കൈയും കാലും കെട്ടിയിട്ടുന്നപ്പോൾ അവൻ കണ്ണ് കാണിച്ചും കൈ പെരലും ഇങ്ങനെ കെട്ടിയിട്ട കൈ കൊണ്ട് ഇങ്ങനെ ആംഗ്യം കാണിച്ചിട്ടും അവർ പോലീസുകാർ ഇവൻ്റെ അടുത്ത് ഒന്ന് സംസാരിക്കാൻ പോലും അനുവദിക്കാതെ വായിൽ മൗത്തും വെച്ച് ഓക്സിജനും കയറ്റി അങ്ങനെ ക്രൂരമായിട്ടാണ് ഇവർ ചെയ്തത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ആ മരണം കണ്ടത് അവനാണ്, ഞാനല്ല. ശ്രീജിത്തിൻ്റെ അനുജനെ കൊന്ന രീതി, അവരെ ഒരു കള്ളക്കേസിൽ കൊടുക്കാൻ നോക്കി, അവരെ സ്റ്റേഷനിൽ കൊണ്ടുപോയി മർദ്ദിച്ചു. ഇതിൻ്റെ എല്ലാം പേരിൽ അയാളുടെ ഒരു പ്രണയമാണ്. അവിടെ ഒരു പോലീസുകാരൻ്റെ വീട്ടിലെ ഒരു പെൺകുട്ടിയുമായിട്ട് തോന്നിയ ഒരു പ്രണയം കാരണം, പോലീസുകാരൻ്റെ ഒരു ബന്ധുവിൻ്റെ വീട്ടിലൊരു പ്രണയം കാരണം ഇയാളെ വിളിച്ചുകൊണ്ട് പോയി, ഇയാളെ കള്ളക്കേസിൽ കൊടുത്തി, ഇയാളെ മോഷ്ടാവാക്കി, ഇയാളെ പല കാര്യങ്ങളും ചെയ്തു. പക്ഷേ ആ പെൺകുട്ടി പിന്മാറിയില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇതിനെ കൊന്നുകളയുക എന്നുള്ളവരുടെ വാശിയുടെ പുറത്ത് ഇടിച്ചപ്പോൾ മരിച്ചു പോയി എന്ന് വിചാരിച്ച് വിഷമൊഴിച്ച്, കസ്റ്റഡിയിൽ വെച്ച് തന്നെ വിഷമൊഴിച്ച് പോലീസ് സ്റ്റേഷനിൽ ഹോസ്പിറ്റലിൽ വെച്ച് ഈ ശ്രീജിത്ത് അവരെ കാണുകയും ഈ പയ്യൻ മരിക്കാൻ കാരണം പോലീസുകാരാണെന്ന് മനസ്സിലാവുകയും ചെയ്തു. ഈ പെണ്ണിനെ പള്ളിയിൽ കൊണ്ടുപോയെടുത്ത് ചർച്ചിൽ വെച്ചാണ് കെട്ട്. ആ കെട്ട് സമയത്തും പോലീസുകാർ അവിടെ സംരക്ഷണം കൊടുക്കുകയാണ്. ആ സമയത്ത് ഇവളെ ലാസ്റ്റ് ഇല ഇട്ടപ്പോൾ ഒക്കെ ഇവിടെ അറിയിപ്പ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ആ ഇലയെല്ലാം എടുത്ത് പെട്ടെന്ന് എണീക്കും എന്ന് പറഞ്ഞിട്ട് ചോറ് തിന്നാൻ പോലും അനുവദിക്കാതെ ഈ പെണ്ണ് പോലും ചോറ് കഴിച്ചില്ല. വന്ന ആൾക്കാർ പറയുന്നു കേട്ടോ, മരണത്തിന് വന്നവർ ഈ പെണ്ണിനെയും ചെറുക്കനെയും റോഡിൽ എളുപ്പം കാറിൽ കയറ്റി അവർ നീങ്ങിയതിനു ശേഷമാണ് എൻ്റെ പിള്ളേരെ ജഡം ഇവിടെ കൊണ്ടുതരുന്നത്. അടിവസ്ത്രത്തിൽ ഒളിപ്പിച്ചു വെച്ച ഫ്യൂരിഡാൻ ലോക്കപ്പിനുള്ളിലേക്ക് കടത്തിയ ശേഷം അർദ്ധരാത്രി അത് കഴിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നാണ് പോലീസ് സിദ്ധാന്തം. അപ്പം ഞങ്ങൾക്കിത് ഏതാണെന്നുള്ള നിശ്ചയിക്കണം. ആത്മഹത്യയാണോ അതെയോ കസ്റ്റോഡിയൽ കില്ലിങ്ങാണോ? അപ്പോൾ ആത്മഹത്യയാണെന്ന് വെച്ചാൽ പോലീസിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അണ്ടർവെയറിൻ്റെ ഉള്ളിൽ പുറത്തുള്ള തുണിയിൽ ബ്ലേഡ് കൊണ്ട് ഒരു സ്ലിറ്റ് ഉണ്ടാക്കിയിട്ട് ആ തുണിക്കും എലാസ്റ്റിക്കിനും ഇടയ്ക്ക് ഒരു പോക്കറ്റ് പോലെ കിട്ടും. അതിൻ്റെ അകത്ത് സുൽഡാൻ കയറ്റി വെച്ചിട്ടുണ്ടാവും. എൻ്റെ പിള്ള വിഷം കഴിച്ചതാണെങ്കിൽ ചുണ്ട് കറുത്തിരിക്കുന്നത്, ചുണ്ട് നല്ല ചുമന്നിരിക്കുന്നത്. അവൻ്റെ അടുത്ത് ഒരു സ്മെല്ല് പോലും ഇല്ല. എൻ്റെ പിള്ള കിടപ്പ് കണ്ടപ്പോൾ എന്നിട്ട് അവർ പെട്ടെന്ന് അവരെ കൊണ്ടുവച്ച് ഇൻസെക്ടിസൈഡ് പോസ്റ്റ് ഡോക്ടർ ക്വാളിഫിക്കേഷൻ ഉള്ള ആളാണ് ഡോക്ടർ തോമസ് ബിജുമാൻ. പുള്ളിക്കാരനെ വിശ്വസിച്ച് പുള്ളി പറഞ്ഞു, ടെലിഫോണിൽ വിളിച്ചപ്പോൾ തന്നെ പുള്ളി പറഞ്ഞു, ഇത്രയും 70 കിലോഗ്രാം തൂക്കമുള്ള ഒരാൾക്ക് മരണമുണ്ടാകണമെന്ന് വെച്ചാൽ മിനിമം 63 ഗ്രാം വേണം, ഗ്രാം ഫ്യൂരിഡാൻ. അപ്പോൾ ടെക്നിക്കൽ ഫ്യൂരിഡാൻ എന്നാണ് പറയുന്നത്. മാർക്കറ്റിൽ കിട്ടുന്ന ഫ്യൂരിഡാൻ 3G എന്നാണ് പറയുന്നത്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഈ ഫ്യൂരിഡാനിലെ മാർക്കറ്റിൽ കിട്ടുന്ന ഫ്യൂരിഡാനിലെ ലീഥൽ എലിമെൻറ്റ് കാർബോഫ്യൂറാൻ. അപ്പോൾ 100 ഗ്രാം മേടിച്ചാൽ അതിൽ 3% ഈ കാർബോഫ്യൂറാൻ കാണുള്ളൂ. അപ്പോൾ അതിൻ്റെ അർത്ഥം വളരെ നിസ്സാരം ക്വാണ്ടിറ്റി കാർബോഫ്യൂറാനായിട്ട് തിരിച്ചു മേടിക്കാൻ പറ്റില്ല, ഫ്യൂരിഡാനായിട്ടേ മേടിക്കാൻ പറ്റും. ഒരാൾക്ക് മരിക്കാൻ പാകത്തിലുള്ള അളവിൽ ഫ്യൂരിഡാൻ അടിവസ്ത്രത്തിൽ ഒളിപ്പിക്കാനാകില്ല എന്നാണ് പോലീസ് കംപ്ലയിന്റ് അതോറിറ്റി കണ്ടെത്തിയത്. അപ്പോൾ 70 കിലോഗ്രാം തൂക്കമുള്ള ഒരാൾ മരണമടയണമെങ്കിൽ 63 ഗ്രാം ഫ്യൂരിഡാൻ. ഫ്യൂരിഡാൻ ബാൻ ചെയ്തിരിക്കുകയാണ് 2013 കേരളത്തിൽ കിട്ടില്ല എന്ന് ഓർത്തോളൂ. അത് ഞാൻ തന്നെ നോക്കി കള്ളാസപ്പെട്ട് ഇതിനകത്ത് കയറില്ല. ഞങ്ങളുടെ വേണ്ട ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ചെറിയ ദ്വാരത്തിൽ കയറ്റി വയ്ക്കാൻ പറ്റില്ല. ഇതിന് പുറമെ ഒരു ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞിട്ടുണ്ട്, അവർ വളരെ സ്കൂൾ പ്ലസായിട്ട് ഈ ശ്രീജീവിൻ്റെ ശരീരവും വസ്ത്രവും അണ്ടർവെയർ ഉൾപ്പെടെ പരിശോധിച്ചിട്ടാണ് ലോക്കപ്പിലിട്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഫ്യൂരിഡാൻ അതിൻ്റെ അകത്ത് ഒളിപ്പിച്ച് വച്ചിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെ പരിശോധിച്ചപ്പോൾ അത് കാണുമായിരുന്നു. എന്നിട്ട് അവ ഇടുന്ന ജട്ടി തന്നെ കമ്പനി ജട്ടിയാണ്, ജോക്കിയുടെ മറ്റേ കമ്പനി. ഇവർ SP ഓഫീസിൽ ഞങ്ങൾക്ക് കാണിച്ചു തന്നത്
ഈ ഹിന്ദിക്കാരിട്ടില്ലേ ഒരുമാതിരി ഇതായിട്ട് ഈ അവർ ബുദ്ധിപൂർവ്വം കളിച്ചതാണ് ആ ജട്ടി. അപ്പം ഞാൻ പറഞ്ഞു, സാറേ എൻ്റെ മോൻ ഈ ജട്ടി ഇടില്ല, എൻ്റെ മോൻ ഒരിക്കലും ഈ ജട്ടി ഇടില്ല, ഇത് അവൻ്റെ ജട്ടിയല്ല, അവൻ ഇടുന്ന കമ്പനി ജട്ടിയാണ്. എന്നിട്ട് ഞാൻ അതോറിറ്റിയിൽ ഇവർ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ അവൻ ഇടുന്ന കമ്പനി ജട്ടി, അവൻ്റെ ജട്ടി എൻ്റെ വീട്ടിൽ കിടപ്പുണ്ട്. എന്താ എറുമ്പ് കരിച്ച് ഉപയോഗിക്കാതെ എറുമ്പ്, ഞാൻ അതിനെ കൊണ്ട് കൊടുത്തു സൺഡേയിൽ. സാറേ ഈ ജട്ടി ഈ ഇതുപോലത്തെ ഈ കമ്പനി ജട്ടിയാണ്, ഈ ജട്ടിയൊക്കെയാണ് അവൻ ഇടുന്നത്. ഫ്ലുഡാൻ അങ്ങേറ്റത്തെ രൂക്ഷ ഗന്ധമുള്ള ഒരു ഇൻസെക്ടിസൈഡാണ്, ഒരു കീടനാശിന. യാതൊരു കാരണവശാലും അത് ഇറ്റ് വിൽ നോട്ട് എസ്കേപ്പ് ഡിറ്റക്ഷൻ ബൈ പോലീസ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ സാധനം അങ്ങോട്ട് അകത്തേക്ക് പോയിട്ട് അപ്പോൾ ഫ്ലുഡാൻ കഴിക്കാൻ പറ്റില്ല. ഇനി 1 in a million എന്ന് പറഞ്ഞ് അതിൻ്റെ അകത്തേക്ക് പോയാൽ പിന്നെ ധാരാളം വെള്ളമൊക്കെ ഉപയോഗിച്ച് ഇത് കഴിക്കാൻ പറ്റില്ല. ആത്മഹത്യയൊക്കെ ചെയ്യുന്നവരൊക്കെ ഫ്ലുഡാൻ കഴിച്ച് ആത്മഹത്യ ചെയ്യുന്നവരൊക്കെ ധാരാളം വെള്ളം വേണം. അതുമല്ല മദ്യമോ മറ്റേ വല്ല ഡ്രിങ്ക്സോ ഇതിലൊക്കെ സോഫ്റ്റ് ഡ്രിങ്ക്സിലൊക്കെ ആയിട്ടാണ് കഴിക്കുക. ഇത് വെറുതെ ഞങ്ങൾ കഴിക്കാൻ പറ്റില്ല. കാരണം 3% കാർബോഫുറാൻ കഴിഞ്ഞാൽ 97% ഇതാ ഇനർട്ട് മെറ്റീരിയലാണ്, ലൈക്ക് സാൻഡ്. അതിൽ കോട്ടിംഗ് ആയിട്ടാണ് കാർബോഫ്യൂറാൻ വരുന്നത്. അപ്പോൾ ഇത് ഇറക്കാൻ പറ്റില്ല വെള്ളമില്ലാണ്ട്. അതിൽ വെള്ളം ചോദിച്ചു എന്നൊരു ദിവസം പറയുന്നുണ്ട്, അത് ടൈം 10:30 പോലീസോടെ. വേറൊരു ദിവസം പറയുന്നത് രാത്രി 12 മണി കഴിഞ്ഞ്. എല്ലാം കംപ്ലീറ്റ് കോൺട്രഡിക്ഷനാണ്, പരസ്പര വിരുദ്ധമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സാണ്. ചികിത്സയുടെ ഭാഗമായി വയറ് കഴുകിയ വെള്ളം പരിശോധിച്ചപ്പോഴും ഫ്യൂറിഡാന്റെ അംശം കണ്ടെത്താനായില്ല. മെഡിക്കൽ കോളേജ് ആശുപത്രി കൊണ്ട് അവിടെ പ്രോട്ടോക്കോൾ അനുസരിച്ച് ആദ്യമേ തന്നെ ശ്രീജീവൻ്റെ വയറ് സ്റ്റൊമക്ക് വാഷ് ചെയ്തു. ആ സ്റ്റൊമക്ക് വാഷ് ചെയ്തിട്ട് അത് കെമിക്കൽ എക്സാമിനേഷൻ, ഫോറൻസിക് എക്സാമിനേഷൻ വിധേയമാക്കി. അപ്പോൾ അത് നോക്കിയപ്പോൾ നെഗറ്റീവ് ഫോർ ഫ്യൂറിഡാന. ഒരു മൈക്രോസ്കോപ്പിക് ക്വാണ്ടിറ്റി പോലും ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് കാണേണ്ടതാണ്. അവരെല്ലാവരും തന്നെ നല്ല പോലീസ് ഉദ്യോഗസ്ഥർ പോലും പരസ്പരം സഹായിക്കുകയും കീഴുദ്യോഗസ്ഥന്മാർക്കെതിരായിട്ട് എന്തെങ്കിലും പരാതികൾ വന്നാൽ അത് പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് അത് അവർ തന്നെ നടപടിയെടുക്കാൻ, പുറത്തുനിന്ന് ആരും ഇടപെടേണ്ടെന്നുള്ള രീതിയിലായിരിക്കാം അതുണ്ടാകുന്നൊരു സ്ഥിതിയാണ് എൻ്റെ പല കേസുകളും വരുന്നത്. ഇത് ചെന്ന് പറഞ്ഞതിന് വിടാൻ കഴിച്ചു എന്ന് പോലീസ് പറയുന്നു. ഉടനെ ചികിത്സ തുടങ്ങി. 80 milligram അട്രോപ്പിനാണ്. ഇത് ഫ്ലുഡാൻ യഥാർത്ഥമായിട്ട് കഴിച്ച ഒരു വ്യക്തിക്ക് അതൊരു ആൻറ്റിഡോട്ടാണ്. യഥാർത്ഥത്തിൽ ഫ്ലുഡാൻ കഴിച്ചില്ല എന്ന് വയ്ക്കുക, ഇത് വിഷമായിട്ട് വരും ഈ അട്രോപ്പിൻ. അപ്പോൾ 80 milligram IV കൊടുത്തു ചെന്ന് പറഞ്ഞു. ഫോളോഡ് ബൈ 60 milligram ആണെന്ന് തോന്നുന്നു IV അഗെയിൻ. ദെൻ വാർഡിലേക്ക് മാറ്റി. വാർഡിൽ ചെന്നിട്ട് 30 milligram IV every 8 hours till he died. അപ്പോൾ 230 milligram അട്രോപ്പിൻ ശ്രീജീവൻ്റെ ഉള്ളിൽ ചെന്നിട്ടുണ്ട്. അപ്പോൾ കോസ് ഓഫ് ഡെത്തായിട്ട് ഞാൻ റിപ്പോർട്ടിൽ എഴുതിയിരിക്കുന്നത് ഇറ്റ് ഈസ് ഡ്യൂ ടു കസ്റ്റോഡിയൽ ഡെത്ത് കപ്പിൾഡ് വിത്ത് അട്രോപ്പിൻ പോയ്സണിങ്. അങ്ങനെ ഒരു കണ്ടീഷനുണ്ട്, മെഡിക്കൽ കണ്ടീഷനുണ്ട്. ഞങ്ങൾക്ക് നല്ലതൊരു ഉറപ്പുണ്ട്. ഇപ്പം വിഷം കഴിക്കേണ്ട കാര്യം എന്തോന്ന്? അല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഇതിൽ കാര്യം അവനെ അവിടെ വന്ന് സ്റ്റേഷനിൽ കൊണ്ടുവച്ച് കഴിക്കേണ്ട സമയം കിട്ടുമോ? അവനെ അറിയാമോ പോലീസ് എന്നെ പിടിക്കും ഞാൻ സ്റ്റേഷനിൽ വെച്ച് വിഷം കഴിക്കാൻ എന്ന്? ഇതിൽ പറയണമെങ്കിൽ ഒരു ഇത് വേണ്ടേ? പോസ്റ്റ്മോർട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട് 1 teaspoon full of violet sandy particles seen in the abdomen, stomach. അത് ഡിസ്ബിലീവ് ചെയ്തു. കാരണം ഇതും അതിൻ്റെ ബാക്കിയുള്ള എല്ലാം കൂടെ കൂട്ടി വായിക്കണമല്ലോ. വയലറ്റ് സാൻഡി പാർട്ടിക്കിൾ സ്റ്റൊമക്കിൽ കാണുമെന്ന് വെച്ചാൽ അത് സാൻഡി പാർട്ടിക്കിളായിട്ട് അങ്ങനെ ഇരിക്കുക. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഈ സാധനം അകത്തേക്ക് കടത്താൻ പറ്റിയിട്ടില്ല, ഈ ഫ്ലുഡാൻ അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. രണ്ടാമത് സ്റ്റൊമക്ക് വാഷ് ഇസ് നെഗറ്റീവ്. മൂന്നാമത് കസ്റ്റോഡിയൽ വയലൻസിന് പ്രൂഫുണ്ട്. പോലീസ് കംപ്ലയിന്റ് അതോറിറ്റി നടത്തിയ തെളിവെടുപ്പിലും പരിശോധനയിലും ശ്രീജീവിന് മർദ്ദനമേറ്റതായി തെളിവ് ലഭിച്ചു. പ്രൊഫസർ ഗുരുരാജിൻ്റെ അഭിപ്രായത്തിൽ 295 മാക്സിമം വരെ ആകാവും. ഇതിൽ 4600 CPK ക്രിയാറ്റിൻ ഫോസ്ഫോകൈനേസ് ഉണ്ടെന്ന് എൻ്റെ അർത്ഥം. പ്രൊഫസർ ഡോക്ടർ ഗുരുരാജ് പറഞ്ഞിരിക്കുന്നത് അത് മസിൽ ഇഞ്ചുറിയാണ്. അപ്പോൾ എക്സ്റ്റേണൽ ഇഞ്ചുറി ഒന്നും കാണൂല. നല്ല ഇടി ഇടിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ ശ്വാസകോശം, ലങ്സ്, ഹാർട്ട്, ലിവർ, സ്പ്ലീന്, കിഡ്നി, അതൊക്കെ ഉണ്ട്, കാൽ ബ്ലാഡർ, ഇതൊക്കെ ഇത് പനിയായി പോവും. ആ മസിലൊക്കെ വളരെ ഇഞ്ചുറി ആവും. അതുകൊണ്ടാണ് CPK ഹൈ കൂടുക. യൂറിൻ മയോഗ്ലോബിൻ എന്ന് പറഞ്ഞ ഇൻഗ്രീഡിയൻ്റ്. അപ്പോൾ ശ്രീജീവിൻ്റെ വീട്ടുകാർക്ക് ഒരു സ്പെസിഫിക് കേസുള്ളത് ശ്രീജീവിനെ കസ്റ്റഡിയിലെടുത്ത് മർദ്ദിച്ച് സ്ക്രോട്ടം പിടിച്ച് ഞെക്കിയിട്ടുണ്ട്. അത് വളരെ ഡേഞ്ചറസ് ഇഞ്ചുറി. ചിലരൊക്കെ ദാറ്റ് ഇറ്റ്സെൽഫ് മേ കോസ് ഡെത്ത്. അപ്പോൾ സ്ക്രോട്ടം പിടിച്ച് ഞെക്കി അയാൾ ഈ യൂറിൻ മയോഗ്ലോബിൻ, മയോ മീൻസ് മസിൽ, അത് ഹൈ വാല്യൂ ആവും.
നോർമൽ വാല്യൂ വളരെ സ്മോൾ വാല്യൂ ആണ്. ഇത് 2200. പോലീസ് ഹാജരാക്കിയ ആത്മഹത്യാക്കുറിപ്പും പോലീസ് കംപ്ലൈന്റ് അതോറിറ്റി മുഖവിലക്കെടുത്തില്ല. സംഭവം നടന്ന ദിവസം ആറ്റിങ്ങൽ ലോഡ്ജിലാണ് താമസിച്ചിരുന്നത്. അപ്പോൾ ശ്രീജീവ് മരിച്ചതിന് ശേഷം ശ്രീജീവ് താമസിച്ചിരുന്ന ലോഡ്ജിൽ പോലീസ് സെർച്ച് ചെയ്തിട്ട് ഒരു സൂയിസൈഡ് നോട്ട് കണ്ടെടുത്തു എന്നാണ് പറയുന്നത്. ആ സൂയിസൈഡ് നോട്ട് ഇവിടെ ഹിയറിംഗ് നടന്നപ്പോൾ അതോട്ട് മുമ്പായി ഹാജരാക്കി. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഉടനെ തന്നെ പേരൻസിനെ കാണിച്ചു കൊടുത്തു, അല്ല അമ്മയും സഹോദരനെ കാണിച്ചു കൊടുത്തു. അപ്പോൾ അവർ പറഞ്ഞു ഇത് ശ്രീജീവിൻ്റെ കൈപ്പടയേ അല്ല. ഈ സാഹചര്യത്തിലാണ് ശ്രീജീവിന്റേത് കസ്റ്റഡി മരണമാണ് എന്ന നിഗമനത്തിൽ ജസ്റ്റിസ് നാരായണക്കുറുപ്പ് എത്തിയത്. സംഭവത്തിൽ ഉന്നതതല അന്വേഷണം നടക്കണമെന്നും കുടുംബത്തിന് 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്നും അതോറിറ്റി ഉത്തരവിട്ടു. റിപ്പോർട്ട് പുറത്തു വന്ന് ഇവൻ്റെ മരണം ഇങ്ങനെ കസ്റ്റഡി മരണമാണ്, അതിൽ ഇതുപോലെയൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. ഇന്ന് അതിനെ കൊണ്ടുവച്ചാണ് അവർ സ്റ്റേ ചെയ്തത്. പിണറായി വിജയൻ സർക്കാർ 10 ലക്ഷം രൂപ കുടുംബത്തിന് കൈമാറുകയും ഉന്നതതല അന്വേഷണം പ്രഖ്യാപിക്കുകയും ചെയ്തു. എന്നാൽ കുറ്റാരോപിതരായ പോലീസുകാർ ഹൈക്കോടതിയെ സമീപിക്കുകയും തുടർ നടപടികൾക്ക് സ്റ്റേ ഉത്തരവ് വാങ്ങുകയും ചെയ്തു. നളിനി മാഡം നല്ലൊരു വ്യക്തിയായതുകൊണ്ട് ഞങ്ങൾക്ക് മാഡം എന്തോ ഞങ്ങളെ പാവം കണ്ട എന്തോ അപ്പോൾ പൈസയ്ക്ക് അനുവദിച്ചു. പൈസയ്ക്ക് അനുവദിച്ചപ്പം പിന്നെ ഇവർ കൊണ്ട് സ്റ്റേ കൊടുത്തു. ഇങ്ങനെ നീതി അസാധ്യമാകുന്ന ഒരു ഘട്ടത്തിലാണ് ശ്രീജിത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സത്യഗ്രഹ സമരം തുടങ്ങിയത്. അന്ന് ശ്രീജിത്തിന് തുണയായി ഏതാനും പേർ മാത്രമാണ് ഉണ്ടായിരുന്നത്. കഴിഞ്ഞ വർഷം മാർച്ച് 8-ാം തീയതിയാണ് ശ്രീജിത്തിന് കൂടെ ഒരു ദിവസം മുഴുവൻ നിരാഹാര സത്യാഗ്രഹം ശ്രീജിത്തിനോടൊപ്പം പങ്കുചേർന്നുകൊണ്ട് അവിടെ ഒരു ദിവസം മുഴുവൻ സെക്രട്ടറിയുടെ മുമ്പിലിരുന്നത്. മാധ്യമങ്ങളുടെ ഇടയിൽ നിന്ന് തന്നെ ഒരു വലിയ മെർമർ ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. ശ്രീജിത്തിന് അവിടെ ഒരുപാട് പിരിവ് നടക്കുന്നുണ്ട്, പല പ്രശ്നങ്ങളാണ്, നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ് നിങ്ങൾ അതിൽ ഇടപെടരുത് എന്ന് പറഞ്ഞ് വ്യക്തിപരമായി എന്നോട് പലരും പറഞ്ഞിരുന്നു അതിൽ ഇടപെടാൻ പാടില്ല. പക്ഷേ എനിക്കതിൻ്റെ കാര്യം ഇതുവരെ മനസ്സിലായില്ല. ശ്രീജിത്തിന്റെ ആവശ്യപ്രകാരം കസ്റ്റഡി മരണ കേസ് CBIക്ക് വിട്ട് സംസ്ഥാന സർക്കാർ വിജ്ഞാപനമിറക്കി. എന്നാൽ കേസ് ഏറ്റെടുക്കാൻ CBI തയ്യാറായില്ല. 2017 ജൂലൈ മാസമാണ്. ജൂലൈ മാസം ഇതേപോലെ സർക്കാരിൻ്റെ ഒരു വിജ്ഞാപനം തന്നു. അപ്പോൾ ആ സമയത്തും സമരം തുടരേണ്ട കാര്യമില്ല, CBI കേസ് ഏറ്റെടുത്തു, അന്വേഷണം നടക്കുമെന്നാണ് പറഞ്ഞത്. അതിനുശേഷം നിരവധി തവണ ഞാൻ പരാതിപ്പെട്ടു, അപേക്ഷകൾ കൊടുത്തു. ശ്രീജിത്തിന്റെ സമരം നവമാധ്യമങ്ങളിൽ സാമൂഹിക മുന്നേറ്റമായി മാറിയപ്പോഴാണ് ഹൈക്കോടതിയിലെ സ്റ്റേ നീക്കാൻ സർക്കാർ ഇടപെട്ടത്. അകാരണമായി ഒരാളെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി മർദ്ദിച്ച് 3-ാം മുറ എടുത്ത് കൊന്ന ഒരു ജീവൻ, മരിച്ചുപോയൊരു ജീവനുണ്ട്. അയാളെ കൊന്ന ആൾക്കാർ ഇപ്പോഴും സർവീസിലാണ്, ഇപ്പോഴും സാധാരണക്കാരുമായിട്ട് ഡീൽ ചെയ്യുന്നു, നമ്മളെപ്പോലെയുള്ള ആൾക്കാരെ ചോദ്യം ചെയ്യുന്നു, നമ്മളെപ്പോലെ ആൾക്കാരെ അന്വേഷിക്കാൻ വരുന്നു, നമ്മുടെയുള്ള ജീവിതത്തിൽ ഇടപെടുന്നു. അപ്പോൾ അങ്ങനെ ഒരു ക്രിമിനൽ മനസ്സുള്ള ആൾക്കാരാണോ പോലീസിലായിട്ട് ഇരിക്കേണ്ടത്? അത് ശ്രീജിത്തിന്റെ മാത്രം ചോദ്യമല്ല, നമ്മുടെയും ചോദ്യമാണ്. ജനപ്രതിനിധികളുടെ സമ്മർദ്ദ ഫലമായി കേസ് ഏറ്റെടുക്കാൻ CBIയും സന്നദ്ധമായി. ഇത്രയും നാൾ സ്ട്രൈക്ക് ചെയ്തല്ലേ, ഇത്രയും ദിവസം നമ്മൾ കാത്തിരുന്നു ഒരു കാര്യത്തിന് വേണ്ടി. അപ്പോൾ ഈ പേപ്പർ വാങ്ങിച്ചുകൊണ്ട് ഞാൻ അതിൻ്റെ ഒരു ആവശ്യമില്ല. അന്വേഷണത്തിൽ ഇത്രയും ദിവസം കാത്തിരുന്നു, ഇനി കൂടിപ്പോൾ എത്ര ദിവസം അന്വേഷണം ഈ നടപടികൾ ഇപ്പോൾ അത് തുടരുന്നതുവരെ സ്ട്രൈക്ക് തുടരുന്നതിൽ ആർക്കും ആരെയും നമ്മൾ ഉപദ്രവിക്കുന്നില്ലല്ലോ. ഇവിടെ വെറുതെ നമ്മൾ വളരെ സമാധാനപൂർവ്വം വളരെ മാതൃകാപരമായിട്ടാണ് നമ്മളിവിടെ സമരം ചെയ്യുന്നത്. കൂടപ്പിറപ്പിന്റെ കസ്റ്റഡി മരണത്തിൽ നീതി തേടി 770-ലേറെ ദിവസം സമരം നടത്തിയ ശ്രീജിത്ത് അപ്പോഴേക്കും അല്പപ്രാണനായി. കുറച്ചുനാളായി ഗ്ലൂക്കോസ് മാത്രമായിരുന്നു ശ്രീജിത്തിന്റെ ഭക്ഷണം. നവമാധ്യമങ്ങളിലൂടെ വരുന്ന ഒരു റെസിസ്റ്റൻസ്, ഒരു പ്രതിരോധം എന്ന് പറയുന്നത് എനിക്ക് വളരെ ബഹുമാനമുള്ള ഒരു കാര്യമാണ്. കാരണം മെയിൻ സ്ട്രീം മീഡിയ അല്ലെങ്കിൽ സാധാരണ മനുഷ്യർ ശ്രദ്ധിക്കാതെ വരികയാണെന്നുണ്ടെങ്കിൽ ഒരു അന്യായത്തിനെതിരെ പ്രതിരോധിക്കാൻ ഇന്ന് നവമാധ്യമങ്ങൾ ശ്രമിക്കുന്നുണ്ട്. ചെറുപ്പക്കാർ ഒത്തുവരികയും ഒരു കൂട്ടായ്മ വന്നിട്ട് പല കാര്യങ്ങളും സർക്കാരിനെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും അതിന് ആക്ഷൻ എടുത്തേ പറ്റൂ എന്നുള്ളൊരു നിലപാടിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു. ശ്രീജീവിന്റെ കസ്റ്റഡി മരണ കേസിൽ ശ്രീജിത്ത് ഉന്നയിച്ച ആവശ്യങ്ങളെല്ലാം അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു. CBI നടപടിക്രമം തുടങ്ങുന്നത് കാത്തിരിക്കുകയാണ് ശ്രീജിത്തും. നമ്മുടെ ആവശ്യം എന്താണ്, ഇതിൻ്റെ ഏറ്റവും ഫലപ്രദമായ മാർഗം എന്താണ്, നമ്മൾ പറയുന്ന സമയത്തും അവരുടെ നിലപാടുകൾ പറഞ്ഞുകൊണ്ട് ഇവരെ നീതി നിഷേധിക്കുകയാണ് ചെയ്തത്. ഇതിപ്പോൾ ഏറ്റവും അവസാനം അവർക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു സന്ദർഭത്തിലാണ് ഇവരിപ്പോൾ മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അന്വേഷിച്ചതല്ല സാർ, സാറ് പറഞ്ഞത് ശ്രീജിത്തിനോട് പറഞ്ഞത് ശ്രീജിത്ത് അവിടെ പോയി കിടക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. ഞാൻ കേട്ടോണ്ട് നിന്നാണ്, ഇത് രാഷ്ട്രീയത്തിനെതിരൊന്നുമല്ല പറയുന്നത്. റോഡിൽ കിടക്കുമ്പോൾ അവിടെ പൊടിയടിക്കും എന്ന് പറഞ്ഞിരുന്നു, രാത്രി കൊതുക് അടിക്കും എന്ന് പറഞ്ഞിരുന്നു. അതാണോ സാറേ സഹായം?
പറയാൻ അധികാരമുണ്ട് സാർ. ഞാൻ പൊതുജനമാണ് സാർ. ഞാൻ അവന്റെ സുഹൃത്താണ് സാർ. ഇവരൊരു പ്രശ്നത്തെ എങ്ങനെ പരിഹരിക്കാമെന്ന് അവർ ചിന്തിക്കുന്നില്ല. അതും ഒരു മുതലെടുപ്പ് നടക്കുന്നത്. പക്ഷേ ഇതിന് 100% ഈ പ്രശ്നം പരിഹരിക്കാൻ നമുക്ക് പറ്റുന്നതാണ്. ഈ പ്രശ്നം എങ്ങനെയാണ് പരിഹരിക്കാം? ഇനി ഇപ്പോൾ ഒരാൾക്കൊരു കാര്യം സംഭവിക്കും, അത് നാളെ മറ്റൊരു വ്യക്തിക്ക് എങ്ങനെ സംഭവിക്കാതിരിക്കാം എന്നുള്ള രീതിയിലെല്ലാം ചിന്തിച്ചുകൊണ്ട് ഈ പ്രശ്നത്തെ പരിഹരിക്കാൻ കഴിയുന്നത്. നവമാധ്യമ കൂട്ടായ്മയിലൂടെ ഒരു സാമൂഹിക മുന്നേറ്റം ഉടലെടുക്കുന്നതാണ് ശ്രീജിത്തിന്റെ സമരത്തിൽ കാണാനായത്. എന്നാൽ ഇത് ഒറ്റപ്പെട്ട പ്രതിഭാസമാകാം. എങ്കിലും പ്രതീക്ഷയുടെ തിരതല്ലൽ ഈ ജനസഞ്ചയത്തിൽ നിന്ന് കണ്ടേക്കാം. നവമാധ്യമങ്ങളിൽ നിന്ന് പൊതുസമൂഹത്തിലേക്ക് പടർന്ന വൈദ്യുത പ്രസരണത്താൽ ഒരു അനീതി തിരുത്തപ്പെടുകയാണ്. ഒരു നിസ്സഹായ യുവാവിന്റെ സഹന സമരം വിജയിക്കുകയാണ്. ഇത്തരം ജനസഞ്ചയ ഇടപെടലുകളുടെ ആവർത്തനമാണ് കാലം ആവശ്യപ്പെടുന്നത്.